ഹലോ വെൽക്കം ബാക്ക്. ഫസ്റ്റ് ഷോ രാവിലെ 6 മണിക്ക് ഉറക്കം കഴിഞ്ഞിട്ട് പോയതാണ് കൂലി കാണാൻ. ആകെയുള്ളൊരു പ്രതീക്ഷ ലോകേഷ് കനകരാജായിരുന്നു. അമീർ ഖാൻ എന്താ ചതിച്ച് ലോകേഷ് കനകരാജ് ചതിച്ച്. ഇത്രയും പ്രതീക്ഷിച്ച് പോയിട്ടില്ലെങ്കിൽ എന്താ ഇപ്പം വരും ഗൂസ് ബംസ്, ഇപ്പം വരും ഹൈ മൊമെന്റ്, ഇപ്പം വരും എന്തെങ്കിലും ഒരു തേങ്ങയില്ലേ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്. ചില സ്ഥലത്തൊക്കെ സീരിയൽ പോലെ ഉണ്ട്. നോർമലി നമ്മൾ രജനീകാന്തിന്റെ പടത്തിൽ കാണുന്ന ഒരു ഇത് ഗൂസ് ബംസ് ഒക്കെ അല്ലേ, ഫൈറ്റിലാണെങ്കിലും ചില എൻട്രിയിലൊക്കെ നമുക്ക് ഒരു ഇത് വരില്ലേ, അതുപോലുള്ള ഒരുമാതിരി അടിയൊക്കെ കാണുമ്പോൾ തിയേറ്റർ ഫുൾ സൈലൻസ്. ഇത്രയും ഒരു ഹൈ മസാല പടം കണ്ടിട്ട് ഫൈറ്റിംഗ് ടൈമിലൊക്കെ പിൻ ഡ്രോപ്പ് സൈലൻസ്. ഒരു മനുഷ്യൻ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഞാനാണെങ്കിൽ ഇപ്പതാകും എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുക, ഒന്നുമില്ല. സത്യം പറഞ്ഞല്ലോ പ്രശ്നം എന്താ പറയുക, സീറോ കണക്ഷനാണ്. ഒരാൾക്കും കഥയായിട്ടോ എന്താ പറയുക ആ ക്യാരക്ടറായിട്ടോ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ പറയുന്നത്. ഇത്രയും വലിയ കാസ്റ്റിനെയും സംഭവത്തിനെ കൊണ്ടുവന്നിട്ട് ഡിസപ്പോയിന്റഡ് ആണ്. അഭിനയം വെച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സൗബിനാണെങ്കിലും അതുപോലെ നാഗാർജുന തെലുങ്ക് നാഗാർജുന നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സൗബിനൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ചില സീനൊക്കെ ചിരി വരും, ഭയങ്കര സീരിയസ് സീനാണ്, എനിക്ക് ചിരി വരും. എന്താ പറയാ ആകെപ്പാടെ മൊത്തത്തില് സ്പെഷ്യലി ആ ശ്രുതിയാഷ് തന്നെ. എന്നാലും എന്റെ ലോകേഷ് നിന്നോട് എന്ത് തെറ്റ് ചെയ്തേ? ഞാൻ പൈസ പോയത് പോട്ടെ, ഉറക്കം പോയതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഞാൻ അത്ര എക്സൈറ്റ്മെന്റ് ഇന്നലെ രാത്രി എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. പോവാ തിയേറ്ററിൽ പോവാ, എന്താ പറയാ സിനിമ കാണാ, ക്രൗഡിന്റെ കൂടെ ഫസ്റ്റ് ഷോ രാവിലെ 6 മണിക്ക് ഇരുന്ന് കാണാ. അങ്ങനെ എക്സ്പീരിയൻസ് വിചാരിച്ചു. കാരണം നമ്മൾ രജനീകാന്ത് ആകുമ്പോൾ മാസ് എൻട്രി ആകുമ്പോൾ അത്രക്ക് പെർഫോമൻസ് സെറ്റപ്പ് ഉണ്ടാവും വിചാരിച്ച് നോക്കിയപ്പോ എല്ലാരും ഒരുമാതിരി ഇങ്ങനെ നോക്കിയിരിക്കണം. സീരിയലൊക്കെ ഉണ്ടാവില്ലേ മറ്റേ ടിസ്റ്റുകളൊന്നും പറയല്ല. ചില സമയത്ത് ഉറക്കം വരിക. ഭയങ്കര ലെങ്തി ഡയലോഗ് പറയുന്നുണ്ട്, ഒരു 5 മിനിറ്റൊക്കെയുള്ള രജനീകാന്ത്. അവൻ്റെ പഴയകാല ഡയലോഗ് പറയാ, ഒരു എന്താ പറയാ ഇത് കഥ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എന്താ പറയാ ഇതൊന്നും ആവില്ല. പക്ഷെ പുള്ളി ആ 5 മിനിറ്റ് എടുക്കുന്ന ഡയലോഗിൽ ഞാൻ ഉറക്കം വന്നിട്ട് പ്രത്യേകിച്ച് ആ കോഫി ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ തീർന്ന് ഉറങ്ങിപ്പോയി. അതുപോലെ അനിരുദ്ധിന്റെ BGM ആണെങ്കിലും നമുക്ക് നോർമലി ഒരു ഗൂസ് ബംസ് ഒക്കെ വരുന്ന സംഭവമാണ്. അനിരുദ്ധിന്റെ ഇതിലൊരു ഫീല് കിട്ടുന്നില്ല. ആ ഫൈറ്റിന്റെ ഇടയിൽ ആ ഒരു ഇത് നമുക്കൊരു ഉണങ്ങി കിടക്കണം, ഇങ്ങനെ ട്യൂണിൽ ഇങ്ങനെ പോകുന്ന പോലെ എന്തൊക്കെയാ. പിന്നെ പാട്ടുകൾ വെറുതെ പാട്ടുകളാണല്ലോ. ഒരു പാട്ട് മോണിക്ക എന്തിനാ വന്ന് മോണിക്ക ബാക്കിയല്ല അവരെന്തിനാ വന്ന് അമീർ ഖാന്റെ ഞാൻ ലാസ്റ്റിലേക്ക് വെച്ചാ. അമീർ ഖാൻ പറഞ്ഞ് സേഫ് ആയതാ. അമീർ ഖാൻ ഓഡിയോ ലോഞ്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്ക്രിപ്റ്റ് കേട്ടിട്ടില്ല, കഥ കേട്ടിട്ടില്ല. പുള്ളി ഭയങ്കര സേഫ് സോൺ പിടിച്ചാ. കാരണം എന്താ അറിയോ, ഞാൻ സ്ക്രിപ്റ്റ് കേട്ടിട്ടാന്ന് പറഞ്ഞാൽ അമീർ ഖാനെ ചൂലെട്ടടിക്കും ബോളിവുഡിന്ന്. കാരണം അത്രയും ഒരു കണക്ഷനും ഇല്ല, ഒരു ഹൈ മൊമെന്റും ഇല്ല. എന്താ പറയാ ഡ്രാമയാണെങ്കിൽ വർക്ക്ഔട്ട് ആയിട്ടില്ല. രജനീകാന്തിന് വയ്യ സത്യം പറഞ്ഞാൽ. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വില്ലന്റെ മോന് ഒരു പൂച്ചക്കുട്ടി. അതൊക്കെ വിടും. ഇതൊക്കെ നോർമൽ ടെംപ്ലേറ്റ് പടമാണെന്ന് അറിയാം നമുക്ക്. കടത്തിക്കൊണ്ടുവന്നു, ഒളിപ്പിക്കുന്നു, എന്നിട്ട് സെയിം ടെംപ്ലേറ്റ് തന്നെ. പക്ഷെ എന്നാലും നമുക്ക് കാണുമ്പോൾ ഒരു ഇതിനാണ് നമുക്കറിയാം സെയിം ടെംപ്ലേറ്റ് ആയിരിക്കും. എന്നാലും കാണുമ്പോൾ ഒരു സംഭവം ഉണ്ടല്ലോ, ജയിലർ ആകുമ്പോഴും വിക്രം ആകുമ്പോഴും ഓരോ ഗസ്റ്റ് റോൾ വരുമ്പോഴും നമുക്ക് ഈ ഒരു അവസ്ഥ ഇന്റർവെല്ലിൽ എണീറ്റ് പോലും ആദ്യമായിട്ട് ഒരു ഫിലിമിന്റെ ഇന്റർവെല്ലിൽ ഞാൻ പുറത്തെണീറ്റ് പോയി. സത്യം പറയല്ലോ ടോട്ടലി ഡിസപ്പോയിന്റ് ആണ്. എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ എനിക്ക് എന്താ തോന്നുന്നോ, ഈ ആദ്യം എല്ലാ ഡയറക്ടേഴ്സിന്റെ ഒരു അനാലിസിസ് ആയിട്ട് നമ്മൾ തമിഴിലൊക്കെ എടുത്ത് നോക്കിയാൽ ഒരു ഫസ്റ്റ് പടങ്ങളൊക്കെ നല്ല അടിപൊളിയായിരിക്കും. കാരണം അവരുടെ ക്രിയേറ്റീവ് തോട്ട്സും എല്ലാം ഒരു ഡൗൺ ടു എർത്ത് കണക്ഷൻ പിടിച്ചിട്ടായിരിക്കും. പിന്നെ അവർക്ക് കൂടുതൽ ബഡ്ജറ്റ് കിട്ടുന്നതും കുറേ ഇവർ ഹൈപ്പീഡ് ആവുന്നതും ഹൈപ്പ് കൂടുന്നതനുസരിച്ചിട്ട് ഇവർ കഥ നോക്കുന്നില്ല, കഥ കണക്ട് ചെയ്യാൻ നോക്കുന്നില്ല. എന്തൊക്കെയോ എവിടേക്കോ കണ്ടുമടുത്ത കുറേ സീനുകൾ എടുത്ത് മുറിച്ച് അവിടെ ഇട്ട് അതേ ടെംപ്ലേറ്റിൽ കടത്തിക്കൊണ്ടുവന്നു. പെങ്ങൾ പാസം, മകൾ പാസം, അച്ഛൻ പാസം അതൊക്കെ ഇട്ടിട്ട് അവിടെ കുറേ ആൾക്കാരെ ഒരു പൊട്ടന്മാരാക്കാൻ നോക്കാം. അറ്റ്ലീസ്റ്റ് ഞങ്ങൾ പുള്ളി ലോകേഷൊക്കെ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പൈസ കൊടുത്ത് തിയേറ്ററിൽ കയറി കാണുന്ന എന്താ പറയുക ഓഡിയൻസിനാണ് വില കൊടുക്കുന്നത്. ഈ സിനിമയ്ക്ക് പക്ക നമുക്കൊരു പട്ടിയുടെ വില പോലും തരാത്ത മതി. നിങ്ങൾ വേണം കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. ഇതിൻ്റെ അടുത്ത് ഇത്രേ ഉള്ളൂ സംഭവം. പുള്ളീൻ്റെ അടുത്ത് മരുന്ന് തീർന്നിട്ടുണ്ട്. ഇനി പുതിയ റൈറ്റേഴ്സോ നല്ല കഥയോ അങ്ങനെ പുള്ളിക്ക് ഹൈപ്പ് ഇല്ലാതെ ഒരു പടം വരേണ്ടി വരും ഇനി ഇത് കിട്ടണമെങ്കിൽ. കാരണം പുള്ളി ചെയ്ത് വെച്ചാൽ പിന്നെ രജനീകാന്തിന് പറ്റിയൊരു ക്യാരക്ടറേ അല്ല അത്.
പുള്ളി ഡ്യൂപ്പിട്ട് പുള്ളിൻ്റെ AI സംഭവമൊക്കെ ഉണ്ട്, അതൊക്കെ വേറെ ലെവലിൽ എന്താ പറയുക കോമഡി ആക്കി വെച്ചത്. അതൊക്കെ നോക്കുമ്പോൾ മലയാളത്തിലൊക്കെ ചെയ്ത മറ്റേ നമ്മുടെ രേഖാചിത്രത്തിലൊക്കെ ചെയ്ത AI ഒക്കെ നമിക്കാൻ നോക്കും, അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അത്ര പാളിയിട്ടുണ്ടെന്ന് തോന്നുന്നു, കുറച്ച് വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ പുള്ളിയുടെ ഫൈറ്റ് സീനൊക്കെ പറഞ്ഞാൽ നമ്മൾ ജയിലറിൽ കാണുമ്പോൾ രജനികാന്തിന് കൈ കൊണ്ടും ഇതുകൊണ്ട് നമുക്ക് അറിയാം പുള്ളിക്ക് കൊണ്ട് പറ്റുന്നതാണെന്ന്, അതുകൊണ്ട് ബോഡി ഫിഗറും ഡ്യൂപ്പായി ചെയ്യുന്നത് നമുക്ക് വലിയ ഫീൽ ചെയ്യില്ല. പക്ഷേ ഇതിൽ ഒരു ഫൈറ്റ് ഉണ്ട്, ഒരു ഇൻ്റർവെല്ലിനോട് അടുത്തിട്ടില്ല, മറ്റേ ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് ഇവരെ ഒരു വീട്ടിൽ നടക്കുന്ന ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റിൽ പുള്ളിയുടെ ഫേസ് മാത്രം അനങ്ങാതെ നിൽക്കുക, ബാക്കി ബോഡി ഫുള്ള് അനങ്ങുന്നുണ്ട്. കറക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് പുള്ളി അല്ല അടിക്കുന്നത്, വേറെ എന്തോ പരിപാടിയാണെന്നുള്ളത്. അത്രയും ഒരു ശോകം. പിന്നെ ഇന്റർവെല്ലിന്റെ സമയത്ത് ഇന്റർവെല്ലായ സമയത്ത് ഞാൻ റഷ്യനെ നോക്കി, ഒന്നുമില്ലല്ലോ. അപ്പൊ പറഞ്ഞു റഷ്യ ഇന്റർവെല്ല് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാവാൻ ഇപ്പൊ പോന്നുള്ള ലെവലില് എന്താ പറയാ, ഇന്റർവെല്ല് കഴിഞ്ഞു, സിനിമ കഴിഞ്ഞു, ഇറങ്ങി ഒരു ആൾക്കാരുടെ മുഖത്ത് പോലെ ഒരു എക്സ്പ്രഷൻ. അയ്യോ ഞാൻ ആദ്യമായിട്ടാ എല്ലാരും ഫൈറ്റൊക്കെ കുറേ ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ ഫൈറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ആരും ഒരു എക്സ്പ്രഷനും ഇല്ലാതെ ഇങ്ങനെ മറ്റേ എന്തായാലും പണി പാളി. കളക്ഷൻ ഉണ്ടാവും, കാരണം എല്ലാവരും പ്രതീക്ഷിച്ചിട്ട് ഇതേപോലെ ബുക്ക് ചെയ്യും. ഞാൻ നോക്കിയപ്പോൾ ഫുള്ളാണ് ബുക്കിംഗ്, ഒരു 2-3 ദിവസത്തേക്ക് ഏകദേശം ഫില്ലായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ പുള്ളിൻ്റെ ലോകേഷ് കനകരാജിൻ്റെ വെടി തീർന്നിക്കുന്നു, മരുന്ന് തീർന്നിക്കുന്നു. എന്താ പറയുക, ഇപ്പം പുള്ളിക്ക് അത്ര ചെയ്യാൻ പറ്റുന്നില്ല. ഇനി കൈതി 2 ഒക്കെ പുള്ളി എന്താ കാണിച്ചു വെക്കാൻ പോകുന്നത് എനിക്കൊരു ടെൻഷനാണ്. ആദ്യം നമ്മളൊക്കെ ഈ ഒരു ഡയറക്ടറിന്റെ ഒരു ഇതിൽ വെച്ചിട്ട് എക്സ്പെക്ട് ചെയ്തിട്ട് ആ ഒരു ട്രസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പോകും. പക്ഷെ എനിക്കിപ്പോ തോന്നുന്നത് അങ്ങനെ ഒന്നും പോയിട്ട് കാര്യമില്ല. അല്ലല്ല, ഡയറക്ടർ വെച്ചിട്ട് ഞാൻ ഒരിക്കലും യോജിച്ചിട്ടില്ല. ഡയറക്ടറെ വെച്ചിട്ട് ട്രസ്റ്റ് ചെയ്ത് പോകണം. പക്ഷേ പോയിട്ട് കനകരാജിന്റെ ട്രസ്റ്റ് ചെയ്ത് പോയിട്ട് എന്തുണ്ടായി, ഒന്നും ഉണ്ടായില്ല. പക്ഷേ എനിക്കതാ മനസ്സിലാവുന്നത്. പക്ഷെ എനിക്ക് അത്ര വലിയ പുള്ളി 2-3 ഫിലിം ഇങ്ങനെ ഡയറക്ടർ സംഭവം പറഞ്ഞ് പോയി ഒന്നും ഉണ്ടായില്ല. അവര് ഇപ്പം ഒരു ഫിലിം നന്നായി വിചാരിച്ച് ബാക്കിയെല്ലാം നന്നാവണമെന്നില്ല എന്ന് ഇപ്പൊ മനസ്സിലായി. അതുമല്ല, പുള്ളിയുടെ ലിയോ എനിക്ക് അത്ര വർക്കൗട്ട് ആയില്ല. പക്ഷെ ഞാൻ വിചാരിച്ച് ലിയോ ഇതാ ഞാൻ പറഞ്ഞ ആ കറക്റ്റ് ഫസ്റ്റ് ചെയ്യുന്ന ഇവരെ പടങ്ങളൊക്കെ നല്ല സൂപ്പറും എന്താ പറയുക കുറച്ചും കൂടിയും കണക്ഷൻ ഉണ്ടാക്കുന്നതും എന്താ പറയുക ആൾക്കാരെ കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതും, അതുകൊണ്ടാണ് നമുക്ക് ആ പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം പുള്ളി കാണിച്ചു വെക്കുന്നതെന്ന് പറഞ്ഞാൽ കുറേ പൈസ ഉണ്ട്, എന്നാൽ അമീർ ഖാനെ കൊണ്ടുവരാം, മറ്റേ കന്നഡയിൽ നിന്ന് മറ്റേ ഇവനെ കൊണ്ടുവരാം, മലയാളത്തിൽ നിന്ന് അത് കൊണ്ടുവരാം, എന്നിട്ട് കാണിച്ചാൽ മാത്രം മതി, വേറെ ഫീലൊന്നും ഉണ്ടാക്കണ്ട എന്നുള്ള പരിപാടിയാണ്. പക്ഷെ അങ്ങനെയല്ല. എസ്പെഷ്യലി മലയാളി പ്രേക്ഷകർ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവർക്ക് എന്താ പറയുക കുറേ ആക്ടേഴ്സിനെ വെറുതെ കണ്ടിരുന്ന പോരാ, കണക്ഷൻ വേണം, എന്തെങ്കിലും കഥ വേണം, എന്നാലേ അവർ അംഗീകരിക്കുള്ളൂ. കുറേ അമേരിക്കാനുണ്ട്, എന്നാൽ അമേരിക്കാൻ എന്തിനാണാവോ കൊണ്ടാകുന്നത്. ആ ട്രൗസർ ഇട്ട് മൂപ്പരെ കൊണ്ടാന്നിട്ട് എന്റെ അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും. എന്തിനാ ഇങ്ങനെ, എന്താ സംഭവം, അതാണ് ഒന്നും എനിക്ക് പൈസ പോയത് കുഴപ്പമില്ല, ഉറക്കം പോയി, അതാണ് പ്രശ്നമായത്. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇതാണ് നിങ്ങളെ ഒപ്പീനിയൻ മാത്രം. ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ ഇതൊരു കൾട്ട് പടമായിട്ട് ക്ലാസിക് പടമായിട്ടൊക്കെ മാറാൻ മതിയോ. പക്ഷേ നമ്മളൊരു രജനികാന്ത് പടം ലോകേഷ് പടം ഫസ്റ്റ് ഷോ കാണാൻ പോകുന്നത് എന്താ പോയിട്ട് ആണോന്ന് അറിയില്ല. ഇങ്ങനെ ഒരു കനകരാജ്, രജനികാന്ത്, അമീർ ഖാൻ ഇങ്ങനെ എക്സ്പെക്ടേഷൻ നല്ലപോലെ ഉണ്ടായിരുന്നു. ബട്ട് ആ ഒരു ഇതിനെ മീറ്റ് ചെയ്യാൻ എന്തായാലും ഈ ഒരു ഫിലിമിന് പറ്റിയില്ല. ഇനി നിങ്ങളുടെ അഭിപ്രായം നമുക്കറിയില്ല, ഇത് ഞങ്ങളുടെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിരിക്കും, നിങ്ങൾക്ക് ചിലപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം. ഇനി അടുത്ത ഏതെങ്കിലും പടം ഇറങ്ങിയാൽ അതിന്റെ റിവ്യൂ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അപ്പം ശരി, എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.